രാജ്യം കാത്തിരുന്ന വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യമായതിനു ശേഷം നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 1960 ഇന്ത്യയും പാകിസ്ഥാനും വിഭജനത്തിന് ശേഷം 1960 ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് രൂപം നൽകിയ സിന്ധു നദീജല കരാർ, ആ കരാറിന്റെ ലംഘനം പാകിസ്ഥാൻ പലവട്ടം നടത്തിയിരുന്നു. ഈ ഉടമ്പടി പ്രകാരം രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളുടെ നിയന്ത്രണം, അതിലെ ജലത്തിന്റെ ഉപയോഗവും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഒപ്പം തന്നെ സിന്ധു ജലം, ചെനാബ് എന്നീ നദികളിലെ ജലത്തിൻ്റെ നിയന്ത്രണവും ഒപ്പം തന്നെ ആ നദികളുടെ നിയന്ത്രണവും ജലത്തിൻ്റെ ഉപയോഗവുമെല്ലാം പാകിസ്ഥാനാണ്. പക്ഷേ കാലങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഇല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കേണ്ട രവി നദിയിലെ ജലം പാകിസ്ഥാൻ ഉപയോഗിക്കുകയായിരുന്നു. 1150 ക്യൂബെക്സ് ജലമാണ് ഈ പാകിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇത് തടയിടും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജലം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് കാശ്മീരിലെയും പഞ്ചാബിലെയും കർഷകരാണ്. ഈ സമരത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന സമരത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് പഞ്ചാബിൻ്റെ ഈ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലത്തിൻ്റെ കുറവ് പരിഹരിക്കണമെന്ന്. ഏതായാലും ഈ ഒരു അണക്കെട്ട് വന്നിരിക്കുന്നു, ഒരു വലിയ പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രവി നദിയിലെ ശംഭു അണക്കെട്ട് വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു നരേന്ദ്രമോദിയുടെ. അതിൻ്റെ പണികൾ നടന്നു വരികയായിരുന്നു. ആ പണി തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ പാകിസ്ഥാനിൽ തന്നെ അരങ്ങേറി. അവിടുത്തെ കർഷകരെ ഇളക്കി വിട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു. പിന്നീട് ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് തടയാൻ ശ്രമം നടത്തി. അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അണക്കെട്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ കടുവ, സാംബ ജില്ലകളിൽ മാത്രം 32,000 ഹെക്ടറിലാണ് ഈ ജലത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ നദിയിൽ അണക്കെട്ട് കെട്ടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. ഈ അണക്കെട്ട് മാത്രമല്ല, ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടി ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അതായത് ഒരു വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാളിതുവരെ ഒരു ഭരണാധികാരിയും ചെയ്യാത്ത, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കാശ്മീർ ഉൾപ്പെടെ കംപ്ലീറ്റ് പാകിസ്ഥാന് തീരെഴുതിയവർക്ക് നെഞ്ചിൽ ഒരു വലിയ ആണിയടിച്ചുകൊണ്ട് മോദി പറഞ്ഞ ആ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.